ഞാൻ അങ്ങോട്ട് വരട്ടെ. കടലിൽ കൊണ്ടുപോകണം പോയാൽ പോലെ. മതി മതി മതി. എവിടെ പോവാ? എവിടെ പോവാ? പ്ലാസ്റ്റർ മുറുക്കാൻ പോയിട്ട് വരാം കേട്ടോ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ കുഞ്ഞ ബില്ല് ഇത് പൊട്ടിച്ചിട്ട് വലത്തെ ഇടാൻ പോവാം. ഇന്നലെ നീ ആണെങ്കിൽ മുട്ട് കുത്തിയെ കട്ടിലേ കയറിയ. എടാ പറഞ്ഞ കേക്കണോടാ അങ്കാരി. എടാ പറഞ്ഞ മുട്ടിന് ഫ്രാക്ചർ ആയിട്ടിരിക്കുന്ന മുട്ട് കുത്തു. അടങ്ങിയിരി. മോനുകുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം എനിക്ക് തോന്നി 1:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറൊക്കെ ഉണ്ടിട്ട് അങ്ങ് പോകാമെന്ന്. പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നും ഇല്ലായിരുന്നു. ചിക്കനും കുറച്ച് തൈര് എടുത്തിട്ടുണ്ടായിരുന്നു, കടുമാങ്ങയും. ഫേമസ് ആവണ്ടായോ? ഇല്ല. എങ്ങനെയുണ്ട്? അവിടെ വേദനയാണ്. അതങ്ങനെ കൊള്ളുന്നു, കട്ടിയായിട്ടിരിക്കുന്നുണ്ടാക്കണം. ഒത്തിരി ദിവസത്തിന് ശേഷമാണ് ഇച്ചിരി പച്ചക്കറികൾ വാങ്ങിക്കുന്നത്. ഇതൊക്കെ കേട്ടോ, പടവലങ്ങയും വെള്ളരിക്കയും. നമുക്കൊരു അവിയൽ കൂട്ടാൻ ഒരു കൊതി. അമ്മ ഇവിടോട്ട് കൊണ്ട് കുടഞ്ഞിട്ടതാ കേട്ടോ. ഇച്ചിരി ചേമ്പ്, നമ്മൾ 1 കിലോ ചേമ്പ് മേടിച്ചോണ്ട് വെച്ചിരുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പെട്ടുപോകത്തില്ല, അങ്ങനെ അങ്ങ് പോയി. ഇന്നലെ അതെല്ലാം കൂടെ കപ്പയുടെ കൂടെ ഇട്ട് പുഴുങ്ങി. അത് പകുതിയും കേടായിപ്പോയി. ഇന്നിപ്പോൾ 1 കിലോ മേടിച്ചിട്ടുണ്ട്. നമുക്ക് അവിയലിനകത്തിടാൻ. അവിയൽ ചേമ്പിട്ടുള്ള അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇച്ചിരി മീൻ മേടിച്ചു, ആറ്റുവാള കേട്ടോ. ആറ്റുവാള എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ മോനുകുട്ടനെ കൊണ്ടുവിട്ടിട്ട് 2 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയപ്പം ആ വെയിലും കൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പം വിശന്നും കൂടെ പോയാൽ ആകെ മെനയാകും എന്നുള്ളതുകൊണ്ട് ചോറൊക്കെ ഉണ്ടിട്ടാണ് പോയത്. അതുകൊണ്ട് അതിക്രമിച്ചില്ല വേദന.
എന്നാലും വെയിൽ കൊണ്ടതിൻ്റെ ഒരു ക്ഷീണം അത്രേ ഉള്ളൂ. ആ അപ്പം ഞാൻ മോനിക്കുട്ടൻ്റെ ദേഹമല്ല ഒന്ന് തുടച്ച് ഒന്ന് കുളിച്ച് ജപിച്ചേക്കും വരെ കേട്ടോ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. തെറ്റുകുറ്റങ്ങൾ എന്നിൽ വന്നതളവറ്റ നിന്റെ കൃപയാൽ. കുളി ജപമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനൊരു മെഴുക്ക് വരട്ടി വെക്കുവാണ്. ഇച്ചിരി ചേനയും ഒരു ബീട്രൂട്ടും. മീൻ എടുത്തില്ല, കാരണം ചിക്കൻ രാത്രിയിലത്തേക്കുള്ളതുകൊണ്ട്. അപ്പോൾ മീനും ചിക്കനും മോരും ഉണ്ട്. ഇപ്പോൾ ഒരു മെഴുക്ക് വരട്ടിയും കൂടെ ആക്കിയേക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 2-3 കോൾ വന്നിട്ടുണ്ട്. ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഒരു പ്രശ്നത്തിലാണ്. അത് ഇതുവരെ സോൾവ് ആയിട്ടില്ല. എന്താണെന്നൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ മാനസിക പ്രയാസത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് കുറച്ച് ദിവസം കൊണ്ട് അലച്ചിലും ബുദ്ധിമുട്ടുമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് കണ്ടിരിക്കുക ഞാൻ. പിന്നെ വേറെ എന്താണ്, ഇപ്പം മെഴുക്കുവരട്ടി വന്നിട്ട് നമുക്ക് ചോറുണ്ണാം. ലോങ് വീഡിയോ സേവ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്താൽ അത് കട്ടായി പോവും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ മെഴുക്കുവരട്ടി വേവട്ടെ, എന്നിട്ട് നമുക്ക് അത്താഴം വിളമ്പാം. മോനുകുട്ടന് കഴിക്കാൻ കൊടുത്തു, അമ്മ കഴിക്കുന്നു. ഇനി ഞാനും കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ. ചോറും കടുമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ചിക്കനും മെഴുക്കുവരട്ടി, പിന്നെ മോരുകറി വെച്ചിട്ടുണ്ട് അമ്മ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നമുക്ക് കുറച്ച് പശുവിൻ പാലൊക്കെ കൊണ്ട് തന്നിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് ഉറയൊഴിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ നേരെ തൈരിരിപ്പുണ്ടായിരുന്നു, അത് നിറയെ മോര് കാച്ചി വെച്ചിട്ടുണ്ട്. മോനുകുട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് 2 തവണ ചോറ് വാങ്ങിച്ചുകൊണ്ടു എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ചൂട് മോരുകറിയും ചോറും കൂടെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതെ, ഞാനും കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം, സന്തോഷം. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം, മറന്നു പോവരുത്. എന്തോ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര നല്ല സമയമല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ വീണ്ടും കാണാട്ടോ. ടാറ്റാ, ഓക്കെ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.